സുഖു, എനിക്കൂടെ ഒരു സിപ്പ് തരുമോ? അവിടെ ഇരിപ്പുണ്ട്. വേണ്ട, എനിക്ക് എന്റെ സുഖുവിന്റെ ഗ്ലാസ്സിൽ നിന്ന് മതി. ഒരു ചിത്രം വരയ്ക്കാന്ന് വിചാരിച്ചു. എന്തൊക്കെയോ ആശയങ്ങൾ മനസ്സിലുണ്ട്, ഒന്നും വ്യക്തമാകുന്നില്ല. വ്യക്തമാകുമെന്നേ, എല്ലാം വ്യക്തമാക്കി തരാം. എന്റെ ഒരു ന്യൂഡ് പോർട്രേറ്റ് വരയ്ക്കാമോ? ഞാൻ മോഡലായി നിന്ന് തരാം. യെസ്, കമി. ഓ സോറി. നാളെ ബാംഗ്ലൂർ റേസ് തുടങ്ങല്ലേ, പോകാൻ പണം വേണ്ടേ? ആന്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ. താങ്ക് യു. നമസ്കാരം. ഞാൻ ശേഖരനെ കാണാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സുഖു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 3-4 ദിവസമായി. അവൻ എവിടെയുണ്ടെന്ന് അറിയാമോ? എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നും 1 ലക്ഷം രൂപ വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞു. എസ്റ്റേറ്റ് അക്കൗണ്ടിൽ നിന്നും ഫാക്ടറി അക്കൗണ്ടിലേക്ക് കുറെ പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നല്ലോ, അതും തീർന്നു. ശരി, ശേഖർ പൊയ്ക്കോളൂ, ഇവിടെ പണമില്ല. ആന്റി, ആന്റി എന്തിനാ ഇവിടെ വന്നത്? വരാൻ പാടില്ലാത്ത സ്ഥലമാണെന്ന് എനിക്കറിയാം. നീ ഇവിടെ വന്ന് പെട്ടുപോയില്ലേ? നിന്നെ കാണാൻ ഇവിടെ വരേണ്ടി വന്നത് എന്റെ ഗതികേടാണ്. സുഖു, ഇവളാരാണെന്ന് അറിയാമോ? ഈ പെണ്ണ് മഹാ ചീത്തയാണ്. നിങ്ങൾ അനാവശ്യം പറയരുത്, ഇവിടെ നിറങ്ങി പോണം. സുഖു, നിന്റെ പണം കണ്ടിട്ടാണ് ഇവൾ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത്. അത് തീരുമ്പോൾ ഇവൾ നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും. പണത്തിനു വേണ്ടി സുഖുവിനോട് സ്നേഹം ഭാവിക്കുന്നത് നിങ്ങളാണ്. സുഖുവിനെ തിരുത്താനും ശാസിക്കാനും നിങ്ങൾ ആരാണ്? സുഖുവിന്റെ അമ്മയാണോ? അതേടി, അമ്മയാണ് അമ്മ. അതുപോലെയാണ് ഞാൻ ഇവനെ സ്നേഹിക്കുന്നത്. എത്ര ഭംഗിയായിട്ട് അഭിനയിക്കുന്നു. ഇതൊക്കെ സുഖുവിന്റെ പണത്തിന് വേണ്ടിയല്ലേ? സുഖുവിന്റെ സ്വത്തുക്കൾ അപഹരിച്ച് നിങ്ങളുടെ മകന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സുഖുവിന് വിഷം കൊടുത്ത് കൊല്ലും. സുഖുവിനെ സ്നേഹിച്ചതിന് എനിക്ക് കിട്ടി. നിങ്ങളുടെ വീട്ടിലുള്ള ഏതോ ഒരു സ്ത്രീ ഇവിടെ കയറി വന്ന് എന്നെ തല്ലിയില്ലേ? ആന്റി, ഇവളെ കൊണ്ട് നിങ്ങളെ പാരം തല്ലിക്കാൻ കഴിയുന്നിട്ടില്ല. വേണ്ടെന്ന് വെച്ചിട്ടാ. മേലാൽ എന്റെ കാര്യങ്ങൾ ഇടപെടരുത്. ഇടപെട്ടാൽ എന്റെ കൈ. സുഖു, നിങ്ങൾക്ക് പോവാം. പറഞ്ഞത് കേട്ടില്ലേ? സുഖു, നിനക്ക് പണം വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇതാ. I'm sorry, darling. It's all right. അയ്യോ, ആരും വന്നിരിക്കെ. അങ്ങോട്ട് ഇരുന്നോട്ടെ, അങ്ങോട്ട് ഇരുന്നോട്ടെ. അയ്യവാൻ വേണ്ട, വേണ്ടല്ലേ? ആ, സാർ അതിങ്ങോട്ട് എടുത്താട്ടെ. എന്തോന്ന്? സാർ അതിങ്ങോട്ട് എടുത്താട്ടെ. എന്തോന്നാ? സാറന്മാരൊരു തമാശക്കളിയുണ്ട്. സാർ അതിങ്ങോട്ട് എടുത്താട്ടെ. സാറ് എന്തോന്ന്?
ചെക്ക്. ചെക്കോ? ചെക്ക് ഞങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ. പിന്നെ ക്യാഷ് ആയിരിക്കും. അതുമില്ല. പിന്നെ സാർ, കമ്പീസ് ഇൻഡസ്ട്രീസിന്റെ പുതിയ മാനേജർ ശേഖർ ഞങ്ങളെ പിരിച്ചു. എന്തെങ്കിലും ഒരു ജോലി തന്ന് ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾക്കിവിടെ ജോലി ഒന്നും തലയോ മറ്റോ അറിഞ്ഞാ എന്റെ ഗതി അതോധിയായി പോവും. ആവട്ടെ. ആവട്ടെ എന്നോ? അപ്പൊ ഞാൻ ഫുട്പാത്തിലായിക്കോട്ടെ എന്നോ? പ്ലീസ് പ്ലീസ് ഒരു കാര്യം ചെയ്യൂ. മെല്ലെ എഴുന്നേറ്റ് മെല്ലെ നടന്നോളൂ. അതാ ഗേറ്റ്. മിസ്റ്റർ ശേഖർ, യെസ്. ഈ വർഷം നമ്മുടെ ഫാക്ടറി നഷ്ടത്തിലാണല്ലേ? അതെ. കമ്പീസ് ഇൻഡസ്ട്രീസിന്റെ ചരിത്രത്തിൽ ആദ്യമാണിത്. ഞാൻ എന്ത് ചെയ്യാനാ മാഡം? ഈ സ്ഥാപനത്തിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ആയത്. മിസ്റ്റർ ശേഖർ, അത് നന്നായി നോക്കി നടത്താനാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. പക്ഷെ നിങ്ങൾ അത് നശിപ്പിച്ചു. അതിന്റെ അവകാശിയും. നാളെ ആ സ്ഥാപനം പൂട്ടിക്കിടക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നാളെ ഞാൻ ഓഫീസിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ കാണാൻ പാടില്ല. യു ക്യാൻ ഗോ. സുഗു, നീ എവിടെ പോന്നു? എനിക്ക് ബോംബെ വരെ ഒന്ന് വേണം. കൂട്ടിന് അവിടെ ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ ആരുടെ കൂടെയെങ്കിലും പോട്ടെ. നിങ്ങൾക്ക് എന്താ? ഇതൊരു സ്വൈര്യക്കേടായല്ലോ. സുഗു, നീ ഇങ്ങനെ ആയതുകൊണ്ട് ഫാക്ടറിയുടെ കാര്യം ആകെ തകരാറിലായി. എസ്റ്റേറ്റിൽ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് ആർക്കറിയാം. ഒടുവിൽ നിനക്ക് നല്ല ബുദ്ധി തോന്നുമ്പോൾ ഒന്നും ബാക്കിയില്ലാതെ ആവും. നീ ഒരു കല്യാണം കഴിച്ച് ഇനിയെങ്കിലും ഉത്തരവാദിത്വത്തോടെ ജീവിക്കുന്നതാണ് നല്ലത്. നിങ്ങളെ കൊണ്ട് സഹി ഇട്ടു. ഞാൻ തിരിച്ചു വരുമ്പോ അമ്മയും മകനെ ഇവിടെ കണ്ടുപോയത്. ആന്റി, എനിക്ക് കുറച്ച് പണം വേണം. ചെലവാക്കുന്നതിനും ഒരു അതിരുണ്ട്. എന്റെ പണമാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളെ അല്ല. സേഫിന്റെ ആക്കുലിങ് തരൂ. തരാനാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ തരില്ല. ഈ സ്വത്തുക്കൾ ഇങ്ങനെ നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ആന്റി, പ്ലീസ് ഗീവ് മീ ദ കീ. തരില്ലെന്നാ പറഞ്ഞത്. ആന്റി, തരാനാ പറഞ്ഞത്. തരില്ല. തരാനാ പറഞ്ഞത്. സുഗു, നീ പോകരുത്. മാറിക്കോ. ഞാൻ പറയുന്ന ആന്റി, മാറിക്കാനാ പറഞ്ഞത്. ഞാൻ നിന്നെ വിടില്ല. മാറിക്കാനാ പറഞ്ഞത്. മമ്മി, എന്താണ് കാണിച്ചത്? എന്താണ് കാണിച്ചതെന്ന്? മോനെ, അവനെ ഒന്നും ചെയ്യരുത്. കണ്ടോടാ, ഇതാണ് അമ്മ. എന്നേക്കാളേറെ നിന്നെ സ്നേഹിച്ച എന്റെ അമ്മ. ഞാനിങ്ങനെ ഇവരോട് പെരുമാറിയിരുന്നെങ്കിൽ ഇവർ സഹിക്കുമായിരുന്നു. പക്ഷെ നീ സ്വന്തം മകൻ. അതുപോലെ നിന്നെ അവർ സ്നേഹിച്ചു. വരൂ മമ്മി, വരൂ.
സ്വപ്നെ, നീയും ശേഖറുമായിട്ടുള്ള ബന്ധം അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നീ എന്ത് പറയുന്നു? ഞാൻ ശേഖരനെ ഉപേക്ഷിക്കാം. സുഖിനെ വിവാഹം കഴിക്കൂ. എനിക്ക് ബന്ധങ്ങളിലൊന്നും വിശ്വാസമില്ലെന്ന് നിനക്കറിയില്ലേ? ഇപ്പൊ തന്നെ നമ്മൾ വിവാഹം കഴിച്ചല്ലേ ജീവിക്കുന്നത്. നമുക്കിങ്ങനെ തന്നെ ജീവിക്കാം. ശേഖർ എന്താ ഇവിടെ? മിസ്റ്റർ സുഗു, നിങ്ങളുടെ ആന്റി എന്നെ ഫാക്ടറിയിൽ നിന്നും പുറത്താക്കി. നിങ്ങൾ ഇവളെ ഒന്ന് ഉപേക്ഷിക്കുമെന്നും അറിഞ്ഞുകൂടാ. അതിനു മുൻപ് നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ കഴിഞ്ഞൊരു പെണ്ണാണ് ഇവൾ. ഇവൾക്ക് നിങ്ങളുടെ സ്വത്തിന്റെ പകുതി എഴുതി കൊടുക്കണം. ദാ ഇതിലൊപ്പിടൂ. പാവം പയ്യൻ. ഇപ്പോഴെന്ത് പറയുന്നു? മര്യാദയ്ക്ക് ഇതിൽ ഒപ്പിട്ടാൽ നിനക്ക് ഇവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാം. സാധ്യമല്ല. എനിക്ക് ജീവനോടുള്ള കാലം ഞാനിത് ഉൾപ്പെടെ നീ പ്രതീക്ഷിക്കില്ല അല്ലേ? നിന്നെ കൊണ്ട് ഒപ്പിടിക്കാനുള്ള ആള് ഇപ്പൊ ഇവിടെ വരും. ആ നില്ലുന്നില്ലേ? നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഓഫീസിൽ വരുമ്പോ എന്നെ അവിടെ കാണരുതെന്ന് അല്ലേ? അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് കണ്ടു കളയാമെന്ന് ഞാൻ തീരുമാനിച്ചത്. നീ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. നല്ല ഓർമ്മയുണ്ട്. സുഭദ്രാമ തങ്കച്ചിയോട്. സമയം പോകുന്നു. ഇതിൽ ഒപ്പിടാൻ പറയണം. സാധ്യമല്ല. സാധ്യമല്ലേ? ആരോ വരുന്ന പോലെ പോകുന്നു. ആരായാലും
രവി, സുഖു 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 സുഖുവിനെ വിട്ടിട്ട് ഞാനെങ്ങനെ? സുഖുവിനെ ഇവിടെ വിട്ടു പോയാലെന്താ? അവൻ അമ്മയുടെ മോനാണോ? ഞാൻ തോറ്റു മോനെ, തോറ്റു. സുഖു എന്റെ സ്വന്തം മകനാണ്. ഈ സ്വത്തുക്കളിലെല്ലാം അവകാശം നീയാണ്. ദയവ് ചെയ്ത് എന്റെ മോനെ രക്ഷിക്കൂ, എന്റെ മോനെ രക്ഷിക്കൂ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അമ്മയെന്ന് വിളിക്കുമോനെ, വിളിക്കുമോനെ. അമ്മേ, എന്നോട് ക്ഷമിക്കുമോനെ.